ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോഹനെ വീൽ ചെയറിൽ അവിടുത്തെ സ്റ്റാഫ് കൊണ്ടുപോവാണ്. ആ സമയം ബെന്നിച്ചൻ അവിടെയുണ്ട്. മോഹൻ ബെന്നിച്ചനെ കണ്ട് പെട്ടെന്ന് മുഖം മറയ്ക്കുന്നുണ്ട്. കറക്റ്റ് അയാളുടെ മുന്നിൽ എത്തുമ്പോൾ തന്നെ ആ സ്റ്റാഫ് വേറെ എന്തോ ആവശ്യത്തിന് അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. മോഹനൻ മുഖം മറച്ചങ്ങിരിക്കുകയാണ്. ബെന്നിച്ചൻ അയാളെ കണ്ട് എന്തോ പരിചയം തോന്നിയിട്ട് മോഹൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, എനിക്ക് താങ്കളെ എവിടെയോ കണ്ട് പരിചയമുണ്ട്, പക്ഷേ എവിടെയാണെന്ന് ഓർത്തിട്ട് കിട്ടുന്നില്ല, എന്താ നിങ്ങളുടെ പേരെന്ന്. മോഹൻ്റെ മുഖം ശരിക്കും അയാൾക്ക് കാണത്തില്ല. അയാൾ പക്ഷെ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഈ സമയം സ്റ്റാഫ് തിരികെ വന്നിട്ട് പറയും, എന്തോ ആക്സിഡൻറ്റ് പറ്റി കൊണ്ടുവന്നതാ, ഇപ്പോഴും ആൾ അങ്ങോട്ട് നോർമൽ ആയിട്ടില്ല എന്നും പറഞ്ഞ് മോഹനെ ആയിട്ട് മുന്നോട്ട് പോകും. ആ സമയം ബെന്നിച്ചിനെ എവിടെയോ കണ്ടിങ്ങനെ പരിചയം തോന്നിക്കുന്നുണ്ട്. മോഹനാണെങ്കിൽ അന്നേരം ചിന്തിക്കുന്നുണ്ട്, ബെന്നിച്ചിന് ഒരു പെരുമഴയത്ത് ഒരു കൈക്കുഞ്ഞിനെ മോഹൻ്റെയും പാർവതിയുടെയും കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും, ഈ കുഞ്ഞിന് വളരാൻ യോഗമെങ്കിൽ വളരട്ടെ. മോഹൻ പറയും, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അയാൾ പറയും, പൊന്നുപോലത്തെ ഒരു കൊച്ച, നിങ്ങൾ നല്ലപോലെ നോക്കിയാൽ മതി, പൊക്കോളാൻ പറയും. പിന്നീട് കാണിക്കുന്നത് പാർവതി മോഹനെ കാണാൻ വരുന്നതാണ്. പാർവതിയെ കാണുമ്പോൾ മീനു എന്തിയെന്ന് അയാൾ ചോദിക്കും. പാർവതി പറയും, അവക്കിന്ന് എന്തൊക്കെയോ തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാത്രം വന്നത്. അയാൾ പറയും, വേറെന്തൊക്കെയാ വിശേഷം. അന്നേരം പാർവതി ഫോൺ എടുത്ത് അയാൾക്ക് കൊടുക്കും. ഇതെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും പാർവതി പറയും, മീനു അച്ഛന് വേണ്ടി വാങ്ങിയ സമ്മാനവാ, ഒരുപാട് നാളുകൾക്ക് ശേഷം അന്ന് മോഹനേട്ടൻ സംസാരിച്ചത് ഓർമ്മയുണ്ടോ. ആ വിവരം അറിഞ്ഞ് മീനു ഫോൺ വാങ്ങിയിട്ടാണ് വന്നത്, പക്ഷേ അന്നല്ലേ മോഹനേട്ടനെ അവർ തട്ടിക്കൊണ്ടുപോയത്, അതുകൊണ്ട് അവക്ക് അന്ന് തരാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഇത് അലമാര ഇരിക്കുന്ന കണ്ട് ഇത് നമുക്ക് അച്ഛന് കൊണ്ടു കൊടുക്കാമെന്ന് ഞാനും പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് നിന്നെ മോളെയൊക്കെ വിളിക്കാം അല്ലേ. അത് കേട്ട് പാർവതി ചിരിക്കും. മോഹൻ പറയും, എന്നാലും മീനുവിന് കൂടി വരായിരുന്നു. പാർവതി പറയും, അവൾക്ക് വേറെ എന്തൊക്കെയോ തിരക്കുണ്ട് മോഹനേട്ടാ. മാത്രമല്ല ബെന്നിച്ചൻ ഇവിടെ ഉള്ളതുകൊണ്ട് അവളെ കൊണ്ടുവരുന്നതിൽ എനിക്കും പേടിയുണ്ടായിരുന്നു. മോഹൻ പറയും, ബെന്നിയെ ഞാൻ കണ്ടു. അത് കേട്ട് പാർവതി ഞെട്ടും. മോഹൻ പറയും, അവൻ എന്നെയും കണ്ടു. എന്നിട്ട് പാർവതി ചോദിക്കുമ്പോഴത്തേക്കും നടന്ന കാര്യങ്ങൾ മോഹൻ അവളോട് പറയും. അയാൾക്ക് മോഹനേട്ടനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മോഹൻ പറയും, ഇല്ല, എന്തോ ഒരു ഓർമ്മയുണ്ട്, അല്ലാതെ തിരിച്ചറിയാനൊന്നും പറ്റിയിട്ടില്ല. അത് കേട്ട് പാർവതിക്ക് സമാധാനമാകും. ഭാഗ്യം, ഈശ്വരൻ കാത്തു. എന്നാലും നമ്മൾ സൂക്ഷിക്കണം മോഹനേട്ടാ. ബെന്നിച്ചനും ശിവരഞ്ജിനിയും സുഹാസിനിയും ഒക്കെ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. അവർ പരസ്പരം കണ്ടുമുട്ടുകയോ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുകയോ ചെയ്താൽ പിന്നെ നമ്മുടെ മീനു, അവളെ നമുക്ക് കൈവിട്ട് പോകും മോഹനേട്ടാ. അയാൾ പറയും, നീ പേടിക്കണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പിന്നീട് കാണിക്കുന്നത് മീനുവും നാരായണനും കൂടെ ഹർഷൻ പറഞ്ഞതനുസരിച്ച് അവനെ കാണാൻ അവൻ പറഞ്ഞ സ്ഥലത്ത് എത്തുന്നതാണ്. പക്ഷേ ഹർഷൻ അവിടെ എത്തിയിട്ടില്ല. ഇവരെ ഫോളോ ചെയ്ത് നിരഞ്ജൻ്റെ കൂട്ടുകാരനും വരുന്നുണ്ട്. വെയിറ്റർ വന്ന് ഓർഡർ എടുത്തിട്ട് പോകും. ഈ സമയം നിരഞ്ജനെ അയാൾ ഫോൺ ചെയ്യുന്നുണ്ട്. എന്താ സൈജു പറഞ്ഞോളാൻ പറയുമ്പം അയാൾ പറയും, നിങ്ങളിത് എവിടെയാ, അവരിതേ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. നിരഞ്ജൻ പറയും, ആയിക്കോട്ടെ, അവർ വേഗം ഒന്നും അവിടുന്ന് പോകുന്നില്ല. ഇങ്ങനെ പ്രേമരോഗമായിട്ട് വരുന്നവർ കാപ്പി കുടിക്കാൻ വരുന്നതല്ലല്ലോ, അവരവിടെ ഇരുന്ന് സൊള്ളിക്കോളും. നീ കുറച്ച് വെയിറ്റ് ചെയ്യേ, ഞാൻ അടുത്ത് തന്നെ ഉണ്ട്, ഉടനെ എത്തിക്കോളാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. മീനു പറയുന്നുണ്ട്, മണി 10 ആയല്ലോ, അയാൾ ഇനി മീറ്റിങ്ങിന്റെ കാര്യം മറന്നുപോയതാണോ. നാരായണൻ പറയും, മീനു ഒന്ന് വിളിച്ചു നോക്ക്. മീനു കോൾ ചെയ്യും. ഹർഷൻ എടുക്കുമ്പോൾ മീനു പറയുന്നുണ്ട്, ഞാൻ മീനുവാ. ഹർഷൻ ചോദിക്കും, മീനു റെസ്റ്റോറൻറ്റിൽ എത്തിയോ. അവള് പറയും, ഞാൻ 10 മണിക്കേ എത്തി. ഹർഷൻ പറയും, ഓ സോറി മീനു, ഞാൻ കുറച്ച് തിരക്കി പെട്ടുപോയി, ഇറങ്ങിയപ്പം ഒന്ന് വിളിക്കരുതായിരുന്നോ. മീനു പറയും, കൃത്യസമയത്ത് വരുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ വിളിക്കാഞ്ഞത്. ഹർഷൻ പറയും, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി, ഓൺ ദ വേ ആണ്. മീനു ഓക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. നാരായണൻ ചോദിക്കും, അയാൾ എന്താ പറഞ്ഞതെന്ന്. മീനു കാര്യം പറയും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എടുക്കുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം ഹർഷൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിരുപമ അങ്ങോട്ട് ചെല്ലും. അത് ശരി, ഇവിടെ ഫോണുമായിട്ട് ഇരിക്കുക, 10 മണിക്കല്ലേ മീറ്റിംഗ് പറഞ്ഞേക്കുന്നത്, പോകാൻ പ്ലാൻ ഒന്നുമില്ലേ. ഹർഷൻ പറയും, അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ കയറി ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. അവൾ കുറച്ച് സമയം കാത്തിരുന്ന് വിഷമിക്കട്ടെ. അങ്ങനെ കാത്തിരുന്ന് വിഷമിക്കുന്ന മീനുവിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന സമയത്തായിരിക്കും ഞാൻ എൻ്റർ ചെയ്യുന്നത്. അതോടെ എൻ്റെ വിലയും അവളുടെ വില എന്താണെന്ന് അവൾക്ക് ബോധ്യപ്പെടും. നിരുപമ പറയും, ഓ ആദ്യ കൂടിക്കാഴ്ച തന്നെ അവളെ തകർക്കാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ മൂവ് അല്ലേ. ഹർഷൻ പറയും, അങ്ങനെയും പറയാം, എങ്ങനെയുണ്ട്, സിനിമാറ്റിക് അല്ലേ. നിരുപമ പറയും, അതെ അതെ. അത് കഴിഞ്ഞ് എന്താ പ്ലാൻ, നായകൻ്റെ റോളാണോ. ഹർഷൻ പറയും, ഏയ് നെവർ, ആദ്യമേ തന്നെ അവളെ ചവിട്ടി താഴ്ത്തി കളഞ്ഞ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം. അവളെ കൊണ്ട് മറുത്തൊരക്ഷരം പറയിക്കാതെ ഞാൻ സമ്മതിപ്പിക്കും. നിരുപമ പറയും, ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നവരെയാണ് ശരിക്കും സൂക്ഷിക്കേണ്ടത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്. നിരുപമ പറയും, അല്ല, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നാണല്ലോ. ഹർഷൻ പറയും, ഓ അങ്ങനെ, നീ എന്നെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിരുപമ പറയും, അത് മീറ്റിംഗ് കഴിഞ്ഞ് നമുക്ക് പറയാം. ഞാൻ അവിടെ ചെന്ന് അവൾ പറയുന്നതെല്ലാം കേട്ട് വാലും ചുരുട്ടി തിരിച്ചു വരുമെന്നാണോ നീ പറയുന്നത്. നിരുപമ പറയും, പറയാൻ പറ്റില്ലല്ലോ, ആണുങ്ങളെ മയക്കി വീഴ്ത്താൻ അവക്കൊരു പ്രത്യേക കഴിവുണ്ടെന്നാ ഞാൻ പറഞ്ഞു കേട്ടത്. ഹർഷൻ ചോദിക്കും, എന്നെപ്പറ്റി ഓർത്ത് നിനക്ക് ടെൻഷനുണ്ടോ. അല്ല, എൻ്റെ കാര്യത്തിൽ നീ കാണിക്കുന്ന ശ്രദ്ധ കണ്ടുകൊണ്ട് ചോദിച്ചതാ. നിരുപമ പറയും, അങ്ങനെയൊന്നുമില്ല, നീ ഇനി അവളെ കയറി പ്രേമിച്ചാലും എനിക്കൊരു ചുക്കുമില്ല.
പക്ഷെ നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിന് ഈ കുടുംബത്ത് കാലെടുത്ത് വെക്കാനുള്ള ഒരു മിനിമം നിലവാരമെങ്കിലും ഉണ്ടാവണം. അത് മീനുവിന് തീരെയില്ല, അതുകൊണ്ട് സൂക്ഷിക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് നിരുപമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഹർഷൻ ചിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വേറൊരു പെണ്ണിനെ കാണാൻ പോകുന്നതിൽ നീരു നല്ല കുശുമ്പുണ്ട്, അതിനർത്ഥം എന്നോട് എന്തോ ഇഷ്ടമുണ്ടെന്നാ. ഹർഷൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മീനുവിനെയൊക്കെയാ. മീനു പറയുന്നുണ്ട്, എന്ത് തിരക്കാന്ന് പറഞ്ഞാലും എല്ലാവരുടെ സമയത്തിനും ഒരേ വിലയാ, പറഞ്ഞ സമയത്തിന് വരണം, എന്തിനാ മനുഷ്യനെ ഇങ്ങനെയിട്ട് മെനക്കെടുത്തുന്നത്. മീനുവിന് ഹർഷന്റെ കാര്യം ഓർത്തിട്ട് നല്ല ദേഷ്യമുണ്ട്. പക്ഷെ നാരായണനാണെങ്കിൽ മീനുവിന്റെ ഒപ്പം സമയം ചെലവഴിക്കാൻ കിട്ടിയ സന്തോഷത്തിലാണ്. അവൻ ചിരിയോടെ ഇരിക്കുമ്പോൾ മീനു ചോദിക്കുന്നുണ്ട്, നാരായണൻ എന്തോർത്തിട്ട് ഇരുന്ന് ചിരിക്കുന്നത്. അവൻ പറയും, ഇത്രയും നല്ലൊരു കാര്യത്തിന് വേണ്ടി എത്ര നേരം വേണേലും ഇരിക്കാൻ ഞാൻ റെഡിയാ. എന്താ മീനു ചോദിക്കുമ്പോഴത്തേക്ക് നാരായണൻ പറയും, അല്ല ശിവരഞ്ജനി മാഡം പറഞ്ഞ സർപ്രൈസിന്റെ കാര്യമല്ലേ, ഉറപ്പായിട്ടും തനിക്ക് ഗുണമുള്ള കാര്യമായിരിക്കും, അതിനുവേണ്ടി എത്ര നേരം കാത്തിരുന്നാലും കുഴപ്പമില്ലാന്ന് പറയുമായിരുന്നു. നാരായണൻ പറയും, താനൊന്ന് സമാധാനപ്പെട്, ആദ്യത്തെ മീറ്റിംഗ് അല്ലേ, തുടക്കത്തിലെ മുഷിയണ്ട. മീനു പറയും, എന്നാലും ഇനി എത്ര നേരം കൂടെ നമ്മളിവിടെ ഇരിക്കണം എന്ന് വെച്ചിട്ടാ. നാരായണൻ പറയും, നമുക്ക് കുറച്ചുകൂടെ നോക്കാം. മീനു പറയും, അയാൾ വരാൻ പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇന്ന് വരുന്നില്ലെങ്കിൽ മീറ്റിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചാലോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് മീനു ഫോൺ എടുക്കുമ്പോൾ നാരായണൻ പറയും, മീനു ഒന്ന് നിൽക്ക്. ആ സമയം തന്നെ ഹർഷൻ അങ്ങോട്ട് വരുന്നുണ്ട്. മീനു അന്നേരത്തേക്കും അവനെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ കോൾ എടുക്കത്തില്ല. മീനു പറയുന്നുണ്ട്, ഇപ്പം ഫോണും എടുക്കുന്നില്ല. അങ്ങനെ ഹർഷൻ അകത്തേക്ക് ചെല്ലും. അന്നേരം നാരായണനെ കാണുമ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട്, ശേ ഇവനും ഉണ്ടോ. ഹർഷൻ മീനുവിൻ്റെ അടുത്ത് നിന്ന് ഗുഡ് മോർണിംഗ് പറയും. മീനു തിരിച്ചും വിഷ് ചെയ്യും. അല്ല നമ്മളെന്താ ഇവിടെ, നാരായണനോട് ചോദിക്കുമ്പോൾ നാരായണൻ പറയും, അല്ല 10 മണിക്ക് ഇവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഹർഷൻ പറയും, അത് ഞങ്ങളുടെ കാര്യമല്ലേ, ഈ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്ത് കാര്യം എന്നാ ഞാൻ ചോദിച്ചത്. എന്നിട്ട് മീനുവിനോട് പറയും, എനിക്ക് മീനുവിനോട് സംസാരിക്കാനുള്ളത് കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളാ, അല്പം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് കൂട്ടിക്കോ, അതുകൊണ്ട് മറ്റൊരാളുടെ പ്രസൻസ് ഞാൻ ഇവിടെ പ്രിഫർ ചെയ്യുന്നില്ല. മീനു പറയും, അല്ല നാരായണനെ അങ്ങനെ മറ്റൊരാളായിട്ട് കാണണ്ട, മീനൂസ് കിച്ചന്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് നാരായണൻ. ഹർഷൻ പറയും, അതായിക്കോട്ടെ, നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മീനൂസ് കിച്ചനെ കുറിച്ചല്ലല്ലോ, അതുകൊണ്ട് ഞാനും മീനു അല്ലാതെ ഇവിടെ വേറൊരാള് ഈ ചർച്ചയിൽ വേണ്ട. മീനു പറയും, അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. നാരായണൻ പറയും, വേണ്ട മീനു എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേക്കും മീനു അത് തടയും. നാരായണൻ ഇവിടെ ഇരിക്കെ, ഏത് ചർച്ചയിലാണേലും എൻ്റെ കൂടെ ആരുണ്ടാവണം തീരുമാനിക്കേണ്ടത് ഞാനാ. ഹർഷൻ പറയും, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല, ആക്ച്വലി മീനുവിനോട് മാത്രം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതി എന്നാ ശിവാൻറ്റി എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ അത്രയും കേൾക്കുമ്പോൾ തന്നെ നാരായണൻ എണീക്കും. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, മീനു നിങ്ങൾ സംസാരിക്കേ, എനിക്ക് രണ്ടൊന്ന് കോൾ ചെയ്യാനുണ്ട്, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാമെന്നും പറഞ്ഞ് അവിടുന്ന് പോകും. മീനു വേണ്ടാന്ന് പറയാൻ ശ്രമിക്കുമെങ്കിലും നാരായണൻ അത് കേൾക്കാൻ കൂട്ടാക്കാതെ പോകുന്നുണ്ട്. ഹർഷൻ പറയും, ആദ്യം തന്നെ മീനുവിനോട് ഞാൻ സോറി പറയാ, ഞാൻ കാരണം ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വന്നതിന്. മീനു പറയും, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആന്റി പറഞ്ഞ സർപ്രൈസ് എന്താണെന്നറിയാൻ മീനുവിനെ തിടുക്കായല്ലേ. ഹർഷൻ ചോദിക്കുമ്പോൾ മീനു പറയും, അതല്ല, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാ. ആ സമയം ഹർഷൻ വെയിറ്ററെ വിളിക്കും. മീനുവിനോട് ചോദിക്കും കഴിക്കാൻ എന്ത് വേണമെന്ന്. മീനു ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഹർഷൻ അവനുള്ളത് ഓർഡർ ചെയ്യും. വെയിറ്റർ പോയി കഴിയുമ്പോഴത്തേക്കും ഹർഷൻ കയ്യിലുള്ള 2 ചാർട്ട് പേപ്പർ അവളുടെ നേരെ തുറന്നു വെക്കും. അതിൽ പ്ലാനുകളാണ് ഉള്ളത്. ഹർഷൻ പറയും, ഇതാണ് ശിവാൻറ്റി പറഞ്ഞ സർപ്രൈസ്. മീനുവിനൊന്നും മനസ്സിലാവില്ല. പിന്നീട് കാണിക്കുന്നത് പുറത്ത് നിൽക്കുന്ന നിരഞ്ജന്റെ ഫ്രണ്ടിനെയാണ്. നിരഞ്ജൻ 2-3 ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ചോദിക്കും, എവിടെ അവളെന്ന്. അവൻ പറയും, രണ്ടുപേരുടെ സൊള്ളിക്കൊണ്ട് കാപ്പിയും കുടിച്ച് അകത്തിരിപ്പുണ്ട്. നിരഞ്ജൻ പറയും, ഞാൻ പറഞ്ഞില്ലേ അവരുടെ പ്രണയ സല്ലാപം അത്ര എളുപ്പമൊന്നും തീരില്ലെന്ന്. കൂട്ടുകാരൻ പറയും, ഇന്നത്തോടെ നമുക്കിത് തീർത്തു കൊടുക്കണം. നിരഞ്ജൻ പറയും, അതെ, ഇനി ഇവന്മാർ നോക്കിക്കോളൂ എന്നും പറഞ്ഞ് പുറകെ നിൽക്കുന്നവരോട് പറയും, ഞങ്ങളെ 2 പേരെ അവള് കാണണ്ട, നിങ്ങൾ ചെന്ന് വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ മതി. ഒരു ഫോട്ടോ ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. കൈകാര്യം ചെയ്യേണ്ടത് പക്ഷെ അവളെ അല്ല, അവളുടെ കൂടെ ഒരുത്തൻ ഇരിപ്പുണ്ട്, അവനെയാ. ശരി, ആ കാര്യം ഞങ്ങൾ ഏറ്റെന്നും പറഞ്ഞ് അവരകത്തേക്ക് പോകും. ഇനി നമുക്കിവിടെ നിൽക്കണ്ട, പോയേക്കാന്നും പറഞ്ഞ് നിരഞ്ജനും കൂട്ടുകാരനും അവിടുന്ന് പോകും. ഈ സമയം മീനുവും ഹർഷനും അകത്തെ ഡിസ്കഷനിലാണ്. മീനു പറയുന്നതെല്ലാം കേട്ട് കഴിഞ്ഞ് ഒന്ന് ചിരിച്ചിട്ട് ഹർഷൻ പറയും, ഈ ഹെറിറ്റേജ് ഹോട്ടൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് മീനുവിന് വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു.